അമ്മച്ചി ചായ. എടി എത്ര നേരമായിടി ഒരു ചായ എടുക്കാൻ പറഞ്ഞിട്ട്? നീ എന്തുവാടി ഇവിടുത്തെ ഇത്രയും പണി നിനക്ക്? എടി എനിക്ക് ആ പത്രം ഒന്ന് എടുത്തു തന്നേ. എന്നാ അമ്മച്ചി പത്രം. അമ്മച്ചിക്ക് എന്താ ഈ പത്രം ഒന്ന് എടുക്കാൻ മേലായോ? അമ്മച്ചിയുടെ കൈക്കും കാലിനും എന്തോ കുഴപ്പം? എന്ത് പറഞ്ഞടി? എന്റെ മോൻ നിന്നെ കെട്ടിക്കൊണ്ട് വന്നത് എന്റെ കാര്യങ്ങൾ നോക്കാനും എന്റെ കാര്യങ്ങൾ നോക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും അല്ലേ? അല്ലാതെ പിന്നെ എന്തിനാ നിന്നെ കെട്ടിക്കൊണ്ട് വന്നത്? എന്നാ പിന്നെ മോനോട് പറഞ്ഞിട്ട് അമ്മച്ചിക്ക് ഒരു വേലക്കാരിയെ കൊണ്ടുവന്നാ പോരായിരുന്നോ? അതേടി, നിനക്ക് ഞാനൊരു വേലക്കാരിയുടെ വില പോലും തന്നിട്ടില്ല. എന്റെ പൊന്നമ്മച്ചി ഒന്നും മിണ്ടാതി. നേരം വെളുക്കുമ്പോ അങ്ങ് തുടങ്ങും. എനിക്കിവിടെ 100 കൂട്ടം പണികളാ ഉള്ളത്. പിന്നെ നീ ഇവിടെ കിടന്നങ്ങ് മല മറിക്കുമല്ലയോ? അമ്മച്ചിയുടെ കൊച്ചുമോള് വരുന്നുണ്ട്. അമ്മേ, എനിക്കൊരു ചായ എടുത്തേ. ആ, നിനക്ക് അങ്ങോട്ട് പോയി എടുത്ത് കുടിച്ചുകൂടായോ? അമ്മച്ചിക്ക് എന്താ അങ്ങോട്ട് അടുക്കളയിൽ ചെന്ന ചായ കിട്ടത്തില്ലേ? ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോളല്ലേ, എനിക്ക് ചായ ഇവിടെ കിട്ടണം. മോളെ, നീ പള്ളിയിൽ പോകുന്നില്ലേ? അതെ അമ്മേ, ഞാൻ പള്ളിയിൽ പോകുന്നു. പിന്നെ പള്ളിയിൽ പോയി ആരാധനയും കഴിഞ്ഞ് സൺഡേ സ്കൂളും കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ. ഹലോ, ഞാൻ ദാ വരുന്നേ. എപ്പാ നോക്കിയാലും ഒരു ഫോണാ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. അതൊക്കെ ഇരിക്കട്ടെ അമ്മച്ചി, രാവിലെ കഴിക്കാനായി ഇടിയപ്പവും മുട്ടക്കറി ഉണ്ടാക്കട്ടെ. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതല്ലേ നീ ഉണ്ടാക്കുന്നത്? നിനക്ക് ഇഷ്ടമുള്ളതല്ലേ നീ ഉണ്ടാക്കുന്നത്? എനിക്ക് ഇഷ്ടമുള്ളതാണോ നീ ഉണ്ടാക്കുന്നത്? അമ്മച്ചി എന്തുവാ ഈ പറയുന്നത്? അമ്മച്ചിക്ക് ഇഷ്ടമുള്ളതല്ലേ ഞാൻ എന്നും ഉണ്ടാക്കുന്നത്? നീ എന്തെങ്കിലും ഒരു കുന്തം അങ്ങ് ഉണ്ടാക്ക്. നീ പോ, ഞാൻ സമ്മതിച്ച്. അമ്മച്ചിയുടെ കൂട്ടുകാരിയുടെ മോള് വരുന്നേ. എന്തുവാടി ലൂസി രാവിലെ അങ്ങ് ബഹളം ഇവിടെ? ഒന്നും പറയണ്ടടി, നേരം വെളുക്കുമ്പോ അങ്ങ് തുടങ്ങും. ഒരു പണിയും ചെയ്യത്തില്ല. ഒരു കസേരയിൽ ഒരൊറ്റ ഇരിപ്പ. അടുക്കളയിൽ വന്ന് എനിക്കൊരു പച്ചക്കറി പോലും ഉണ്ടാക്കി തരത്തില്ല. എടി, എനിക്ക് ഇതിന്റെ ഒന്നും ഒരു പ്രശ്നമില്ല. ഞാനും അമ്മയും കൂടെ അടി എല്ലാ പണിയും ചെയ്യുന്നേ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പണി ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് എല്ലായിടവും പോകും. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല. എടി, അത് നിന്റെ ഒരു ഭാഗ്യമാടി. എടി എല്ലാം മാറും, നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ പള്ളിയിൽ പോകാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടേ. നീ ഇന്നും പള്ളി വരുന്നില്ലേടി? ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇതിലെ കൂടെ വരാമെന്ന്. നീ എന്താണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ എനിക്കൊന്നും വയ്യ. എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. എനിക്ക് ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, എനിക്ക് എല്ലാ അസുഖമുണ്ട്. എനിക്കൊന്നും പള്ളി വരാൻ വയ്യ. എടി, ആർക്കാടി ഇതൊക്കെ ഇല്ലാത്തത്? എനിക്കിതൊക്കെ ഇല്ലേ? നിന്റെ സമപ്രായക്കാരിയല്ലേ ഞാൻ എന്തെങ്കിലും ആരാധന മുടക്കുന്നുണ്ടോ? എടി ലൂസി, നീ വരുന്നില്ലേ? ഞാനെങ്ങും വരുന്നില്ല. എനിക്ക് 6 ദിവസം ജോലിക്ക് പോകണം. ഒരു ദിവസം അവധി കിട്ടുന്നതാ. പിന്നെ പിടിപ്പത് പണി ഇവിടെ ഉണ്ട്. എടി, ഞാനും ജോലിക്ക് പോന്നല്ലേ, ഞാനും ആരാധനയ്ക്കൊക്കെ പോകുന്നില്ലേ? പിന്നെ നിങ്ങളുടെ അച്ഛന്മാരൊക്കെ തിരക്കുന്നുണ്ട്. ഏതച്ഛനാ ഇപ്പൊ വന്ന? മാത്യു അലക്സ് അച്ഛനോ? ഓ, അച്ഛനെ നമ്മുടെ വീട് അറിയത്തില്ലേ? നമ്മുടെ വീട് അറിയത്തില്ലേ? ഞങ്ങളുടെ വീട് ഇവിടെ അറിയത്തില്ലേ അച്ഛന്? ഓ, അച്ഛന്മാരൊക്കെ അതൊക്കെ പറയും. നിന്റെ പണി നോക്ക്.
എടീ ഫുഡില്ലെങ്കിൽ പാട് എനിക്ക് വിശക്കുന്നു. ഇവിടെ ഫുഡ് കിട്ടുന്നു. എനിക്ക്